ഹോം ഈസ് വെയർ ദ ഹാർട്ട് ഈസ്. കുടുംബം, ദാമ്പത്യം, ഭവനം ഹൃദയമുള്ള ഇടമാണ്. നല്ല ഹൃദയമുള്ളവർക്ക് നല്ല ഭവനങ്ങളും ദാമ്പത്യ സങ്കല്പങ്ങളും പണിയണം. സഭ എന്നും കുടുംബത്തിൻ്റെ നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കുടുംബത്തെ രക്ഷിക്കൂ, സമൂഹത്തെ രക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എടുത്ത ധീരമായ ചുവടുവെപ്പായിരുന്നു 1976 ജൂൺ 10 തുടക്കം കുറിച്ച കുടുംബ പ്രേക്ഷിത കേന്ദ്രം. കർദിനാൾമാർ ജോസഫ് പാറേക്കാട്ടിൽ ദാമ്പത്യ പ്രവർത്തനം ഒരു പ്രേക്ഷിത പ്രവർത്തനമാണെന്ന ആശയത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾ അഭിമാനത്തിൻ്റെയും അത്ഭുതാവഹമായ വളർച്ചയുടെയും വർഷങ്ങളായിരുന്നു. കയറിയ പടവുകളും കൈപിടിച്ച് നടത്തിയ ശക്തമായ കരങ്ങളെയും ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. 1976 ജൂൺ 10 ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം നേടിയ ദിനമാണ്. അതിരൂപത കച്ചേരിയുടെ കൽപ്പന പ്രകാരം ഡയറക്ടർ നിയമനത്തോടെ കുടുംബ പ്രേക്ഷിത കേന്ദ്രം ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചു. കളമശ്ശേരി സെന്റ് ജോസഫ് ദേവാലയം കേന്ദ്രമാക്കിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. എറണാകുളം സെന്റ് മേരീസ് അസിസ്റ്റന്റ് വികാരിയായിരുന്ന റവറൻഡ് ഫാദർ പോൾ മണവാളൻ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടു. തുടർന്ന് കളമശ്ശേരി സോഷ്യൽ വെൽഫെയർ സെന്റർ ഡയറക്ടറായിരുന്ന റവറൻഡ് ഫാദർ പോൾ കല്ലൂക്കാരൻ ഈ പ്രസ്ഥാനത്തിന് ഡയറക്ടറായി. 1980 ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തോട്ടാപ്പള്ളി അച്ഛൻ കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ പൂർണ്ണ സമയം പ്രവർത്തിക്കാൻ നിയമിതനായി. ഇന്നായിരിക്കുന്ന കുടുംബ പ്രേക്ഷിത കേന്ദ്രം എന്താണോ അതിന്റെ ശില്പി തോട്ടാപ്പള്ളി അച്ഛനാണ്. അച്ഛൻ്റെ അച്ചടക്കവും ആത്മാർത്ഥതയും മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി സഹായകമായിട്ടുണ്ട്. 1980കളിൽ ഇന്നത്തെ മാരേജ് പ്രിപ്പറേഷൻ റിട്രീറ്റിന്റെ ആരംഭമാണ്. കാലത്തിന് ചേർന്ന വിഷയങ്ങളും അന്തരീക്ഷവും ഒരുക്കുവാൻ ഇന്നും അതിരൂപത പ്രേക്ഷിത കേന്ദ്രം പരിശ്രമിക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ ഫൊറോന ഇടവക തലങ്ങളിൽ നടത്തിയിരുന്ന മാരേജ് പ്രിപ്പറേഷൻ റിട്രീറ്റ് ഇന്ന് 2 ഇടങ്ങളിലാണ് നടക്കുന്നത്. ഒന്ന് കാലടിയിലും മറ്റൊന്ന് എറണാകുളം റിന്യൂവൽ സെന്ററിലുമാണ്. എല്ലാ മാസവും മുടങ്ങാതെ ആഴ്ചകളിൽ കോഴ്സുകൾ നടന്നു വരുന്നു. 1983 ജനുവരിയിൽ ബഹുമാനപ്പെട്ട വർഗീസ് മണവാളനച്ഛൻ ഡയറക്ടറായി നിയമിതനായി. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന അച്ഛൻ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 1987 മുൻ ഡയറക്ടറായിരുന്ന സെബാസ്റ്റ്യൻ തോട്ടാപ്പള്ളി അച്ഛൻ 2ാം വട്ടം കുടുംബ പ്രേക്ഷിത കേന്ദ്രം ഡയറക്ടറായത് ദൈവനിയോഗം കണക്കിയായിരുന്നു. ആ വർഷങ്ങളിൽ പുതിയ ഓഫീസ് കലൂർ റിന്യൂവൽ സെന്ററിൽ ആരംഭിക്കുകയും വിവാഹ കോഴ്സുകൾ നിർബന്ധമാക്കുകയും ചെയ്തു. 1987 ഡിസംബർ 22 കർദിനാൾ മാർ ആന്റണി പടിയറ ഓഫീസ് ആശീർവദിക്കുകയും 88 ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 92 പങ്കാളി മാരേജ് ബ്യൂറോ അതിരൂപതയിൽ സ്ഥാപിതമായി. സിറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല അക്രൈസ്തവർക്ക് പോലും ഇതൊരു പുത്തൻ ആശയമായിരുന്നു. അത്രമേൽ പ്രശോഭിതമായിരുന്നു ഈ പറയുന്ന പങ്കാളി മാരേജ് ബ്യൂറോയുടെ കാലഘട്ടം. 97 കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ ഡയറക്ടറായി ജോർജ് മങ്കുഴിക്കരി അച്ഛൻ ചാർജ് എടുക്കുന്നു. 2001 രജത ജൂബിലി വർഷത്തിൽ അച്ഛനായിരുന്നു ജൂബിലി വർഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്. കുടുംബ താരാട്ട് എന്ന പേരിൽ CD പ്രസിദ്ധീകരിക്കുകയും അനുഗ്രഹ കൗൺസിലിംഗ് സെന്റർ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഡയറക്ടറായി ചാർജ് എടുത്ത സക്കറിയാസ് പറന്നിലം അച്ഛനാണ്. POC ഡയറക്ടറായി നിയമനം കിട്ടിയതിനാൽ 1 വർഷം മാത്രമേ അച്ഛനെ തൻ്റെ ചുമതല നിർവഹിക്കാൻ സാധിച്ചു. എങ്കിലും ആ വർഷങ്ങളിൽ ഇടവക തലങ്ങളിൽ ദമ്പതി ധ്യാനങ്ങളും വിവാഹ ഒരുക്ക കോഴ്സുകളും കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും പാരന്റിംഗ് ക്ലാസ്സുകളും ആരംഭിക്കാൻ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. 2003 ആന്റണി പെരുവായൻ അച്ഛൻ ഡയറക്ടറാകുന്നു. അജപാലന ശുശ്രൂഷയ്ക്കായി വിദേശത്ത് പോകേണ്ടതിനാൽ 1 വർഷത്തേക്ക് മാത്രമേ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. ഏകസ്ഥർക്ക് വേണ്ടിയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. 2004 മുതൽ 2010 വരെ ഡയറക്ടറായിരുന്നത് വർഗീസ് പുളിക്കലച്ഛനാണ്. 2006 കുടുംബവർഷമായി ആഘോഷിച്ചത് അച്ഛൻ്റെ പരിശ്രമമായിരുന്നു. ഈ കുടുംബവർഷത്തിൽ കൗൺസിലിംഗ് സെന്റർ വൈക്കുന്നു അച്ഛൻ ആരംഭിക്കുകയുണ്ടായി. കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൻ്റെ 30ാം വാർഷികം പ്രമാണിച്ച് സ്മരണിക പുറത്തിറക്കുകയും 2006 നവംബർ 25 കുടുംബം സ്നേഹ കൂടാരം എന്ന CD പ്രകാശിപ്പിക്കുകയും ചെയ്തു. കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്.
കുടുംബ പ്രേക്ഷിത കേന്ദ്രം എന്ന പുസ്തകത്തിൻ്റെ പുതിയൊരു അധ്യായമായിരുന്നു അഗസ്റ്റിൻ കല്ലീലിയച്ചൻ. അച്ഛൻ്റെ ഡയറക്ടർഷിപ്പിലുള്ള 10 വർഷങ്ങൾ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയായിരുന്നു. 2010 ജൂലൈ 9 സ്നേഹപ്രസാദം എന്ന പേരിൽ വിവാഹ പരിപോഷണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. 2011 ഏപ്രിൽ 1 കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് കാലടിക്കടുത്ത് ജീവാലയ ഫാമിലി പാർക്ക് എന്ന സ്ഥാപനം ആരംഭിക്കുന്നു. 2011 ഓഗസ്റ്റ് 15 MCCയുടെ പ്രവർത്തനം. 2012 ദിവ്യകാരുണ്യ കുടുംബം യുക്കരിസ്റ്റിയ. 2012 ഗ്രേസ് റിപ്പിൾസ് ദമ്പതി കൂട്ടായ്മ. 2013 ദമ്പതി കോൺഫറൻസ്, കുടുംബ ബൈബിൾ, തിരുവാഹം എന്ന പുസ്തകം അച്ഛൻ എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ്. കുടുംബങ്ങളിൽ നമ്മൾ മറക്കുന്ന വിഭാഗമാണ് വിധവകൾ. വിധവകൾക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ ഇടം, ഗ്രീഫ് ടു ഗ്രേസ് വഴികൾ പറഞ്ഞു കൊടുക്കാൻ 2015 സെപ്റ്റംബർ 12 വിധവകൾക്ക് വേണ്ടി യൂത്ത് ഫോറം ആരംഭിക്കുന്നു. 2016 ഇവർക്ക് വേണ്ടി ധ്യാനങ്ങൾ ആരംഭിക്കുന്നു. സിംഗിൾ പാരന്റിംഗ് ധ്യാനങ്ങൾ ഇവർക്ക് വേണ്ടി ആരംഭിക്കുന്നു. 2015 വിശുദ്ധരായ ലൂയി സിലികളുടെ തിരുശേഷിപ്പ് 2016 ജീവാലയിൽ സ്ഥാപിക്കുന്നു. ഇതെല്ലാം അച്ഛൻ്റെ പ്രവർത്തനങ്ങളാണ്. 2016 ഗർഭസ്ഥർക്ക് വേണ്ടി, പ്രകാശമുള്ള മക്കൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ അച്ഛൻ ആരംഭിച്ചു. ഇനിയും ഒത്തിരി പറയാനുണ്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ. അത്രമാത്രം കുടുംബങ്ങളെ അറിഞ്ഞ, വളർത്തിയ, തുറവിയുള്ളൊരു അധ്യായമായിരുന്നു കല്ലീലിയച്ചൻ്റെ. അഗസ്റ്റിൻ കല്ലീലിയച്ചന് ശേഷം ആര് എന്നൊരു ചോദ്യമുണ്ട്. ഒടുവിൽ അച്ഛൻ തന്നെ കണ്ടെത്തിയ പേരാണ് ഇപ്പോൾ ഡയറക്ടറായിരിക്കുന്ന ജോസഫ് മണവാളൻ അച്ഛൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ റീജൻസി ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറായി, പിന്നീട് ഡോക്ടറേറ്റ് കഴിഞ്ഞ് ഇതിനേക്കാൾ യോഗ്യനായ മറ്റൊരാളെ കിട്ടാനില്ല എന്നുള്ളത് സത്യമായിരുന്നു. അച്ഛൻ്റെ പ്രവർത്തന വർഷങ്ങളിൽ കല്ലീലിയച്ചൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ മൂർച്ച കൂട്ടാനും ഊതിക്കത്തിക്കാനും മണവാളനച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. MCCയും ഗ്രേസ് റിപ്പിളും ഇതിന് പൂർണ്ണമായി പിന്തുണകൾ നൽകിയിട്ടുണ്ട്. 3 സായാഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന സ്നേഹജ്വാലകൾ, വിവാഹോത്സവ വേദികളിൽ, കോൺഫറൻസുകളിൽ, പ്രണയവും കളിയും ചിരിയും അടങ്ങുന്ന ലവ് ഫോർ എവർ സായാഹ്നങ്ങളിൽ, കൗമാരക്കാർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളിൽ അച്ഛൻ്റെ ചിന്തയുടെ ഉത്തരങ്ങളായി നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷിത കേന്ദ്രം തുടരുകയാണ്. ഒത്തിരി സുമനസ്സുകളുടെ തുറവിയും അധ്വാനവുമാണ് കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ 50 ആണ്ടിൻ്റെ അടിസ്ഥാനം. അതിരൂപതയെ നയിച്ച അഭിമന്യ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, റിസോഴ്സ് ടീം, സ്റ്റാഫുകൾ, കൗൺസിലേഴ്സ്, മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ, നല്ലവരായ നാട്ടുകാർ ഏവരെയും ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. ഇതുവരെ വിവാഹ കോഴ്സിൽ പങ്കെടുത്തവർ ഏകദേശം 3 ലക്ഷത്തോളം വരും. 50 വർഷങ്ങളിൽ സ്തുത്യർഹമായി സേവനം ചെയ്ത് കടന്നുപോയ 18ഓളം അസിസ്റ്റന്റ് ഡയറക്ടർമാർ, 32ലധികം സെക്രട്ടറി സിസ്റ്റേഴ്സ്, 36 റീജൻ ബ്രദേഴ്സ് എന്നിവരെ നന്ദിയോടുകൂടെ ഈ കെട്ടുറപ്പിൻ്റെ 50ാം വർഷത്തിൽ ഓർക്കുകയാണ്. ഉറപ്പാണ് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. കുടുംബ പ്രേക്ഷിത കേന്ദ്രം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം, ഈ അതിരൂപതയോടൊപ്പം ഈ കുടുംബ പ്രേക്ഷിത കേന്ദ്രം എന്നും ഉണ്ടാകും. ഏവർക്കും സുവർണ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥന.